നിങ്ങൾ ഒരു ദിവസം ഉണരുമ്പോൾ അല്ലെങ്കിൽ കുറേ ആളുകൾ ഉള്ളിടത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോഴോ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം അപ്രത്യക്ഷമാവുകയും നമ്മൾ മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. പക്ഷേ ജപ്പാൻകാർ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതവർ സ്ക്രീനിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ? ഹാരോ അസോയുടെ മാങ്കയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ ഡ്രാമ ത്രില്ലർ വെബ് സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം. കെൻഡോ യാമസാക്കി, നിജിറോ മുറാക്കാമി, കെയ്റ്റ മാഷിൽഡ, ടാവോ സൂഷിയ എന്നിവരാണ് സീരീസിലെ പ്രധാന അഭിനേതാക്കൾ. ഇവരെ കൂടാതെ ധാരാളം അഭിനേതാക്കളും സീരീസിലെത്തുന്നുണ്ട്. ഇതുവരെ 2 സീസണാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യ സീസൺ 2020 ഡിസംബർ 10-നാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. 2022 ഡിസംബർ 22-നാണ് രണ്ടാമത്തെ സീസൺ പുറത്തിറങ്ങിയത്. യോഷിക്കി വത്താബെ, യസുക്കോ കുറാമിറ്റ്സു, ഷിൻസുക്കെ സാറ്റോ എന്നിവർ ചേർന്ന് എഴുതി ഷിൻസുക്കെ സാറ്റോ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സീരീസ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട സീരീസുകളിലൊന്നാണ്. 8 എപ്പിസോഡുകൾ വീതമുള്ള 2 സീസണാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അക്കിറോ മോരിയാണ്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ടാറോ കവാസു ആണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സുയോഷി ഇമായി, ഷൗക്കിച്ചി കനേഡ എന്നിവർ ചേർന്നാണ്. ടോക്കിയോ നഗരത്തിലെ 3 സുഹൃത്തുക്കളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. അരിസു, ചോട്ട, കറുബെ. ഇവർ മൂവരും ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ 3 പേരും ടോക്കിയോ നഗരത്തിൽ എത്തിച്ചേരുകയും ചെറിയ ഒരു അലമ്പ് കാണിച്ചതിൻ്റെ പേരിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാത്റൂമിൽ ഒളിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകളുള്ള ആ നഗരം പെട്ടെന്ന് നിശ്ചലമാവുകയും ഇവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറയുന്നത് പോലെ അവർ 3 പേരുമല്ലാതെ മറ്റാരും ആ നഗരത്തിൽ ഇല്ലാതാകുന്നു. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുകയും പിന്നീട് ഹാപ്പി ആവുകയും ചെയ്യുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ സീരീസിൻ്റെ ലെവൽ തന്നെ മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് കിളി പറത്തുന്ന ലെവലിലേക്കാണ് സീരീസിൻ്റെ പോക്ക്. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ നോക്കുക. ഇത്രയും നാളായതുകൊണ്ട് കുറേയധികം പേർ ഇത് കണ്ടു കാണും. കാണാത്തവർക്ക് നമ്മൾ ചിന്തിക്കാത്ത പോലും ലെവലിലേക്ക് എത്തിക്കുന്ന വിഷ്വൽ ട്രീറ്റാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. എടുത്തു പറയേണ്ട ഒരുപാട് പെർഫോമൻസുകളുണ്ട് ഈ സീരീസിൽ. അരിസു എന്ന ക്യാരക്ടറിലെത്തുന്നത് കെൻഡോ യാമസാക്കിയാണ്. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ശരിക്കും അഭിനയം എന്നത് മറന്ന് പുള്ളിയുടെ ലൈഫിൽ നമ്മളും കൂടി പാർട്ടാണോ എന്ന് തോന്നും വിധമാണ് ആക്ട് ചെയ്തേക്കുന്നത്. ചോട്ട എന്ന ക്യാരക്ടറിൽ എത്തുന്നത് നിരിജോ മുറാക്കിമിയാണ്. കറുബെ എന്ന ക്യാരക്ടറിൽ കെയ്റ്റ മാഷിൽഡ, ഉസാഗി എന്ന ക്യാരക്ടറിൽ ടാവോ സൂഷിയുമാണ് എത്തുന്നത്. ഇവരെ കൂടാതെ ധാരാളം അഭിനേതാക്കളും സീരീസിലുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. എത്ര പറഞ്ഞാലും മതിവരാത്തത് ഈ സീരീസിലെ ടെക്നിക്കൽ സൈഡാണ്. എഴുത്ത്, സംവിധാനം, ക്യാമറ, എഡിറ്റിംഗ്, CG വർക്ക് എല്ലാം ഒന്നിനൊന്നിനു മെച്ചമാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തതിനുമപ്പുറം. സിനിമയാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് മികച്ച സ്ക്രിപ്റ്റാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് ഈ വെബ് സീരീസിൻ്റേത്. വേറെ ലെവൽ എഴുത്ത്. ഇത് എങ്ങനെ എഴുതിയെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത്രയും ഗംഭീരം സ്ക്രിപ്റ്റാണ് സീരീസിൻ്റേത്. എഴുത്തിൻ്റെയും പ്രകടനങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ബലത്തിൽ ഷിൻസുക്കെ സാറ്റോ അണിയിച്ചൊരുക്കിയ ഒരു അതിഗംഭീര വെബ് സീരീസാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട മാസ്റ്റർ പീസ് ഐറ്റമാണിത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.